ചിന്തയിലേക്ക് പ്രവേശിക്കാം. Let me go through the word of God in the presence of the Lord. വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും നാം ആയിരിക്കുമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ നമ്മോട് സംസാരിക്കും. If you have the hope, then the Lord will speak to you. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾ മൗനമായിരുന്നാൽ ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാൻ കഴിയത്തില്ല. If you are silent, then Lord cannot speak to you. നിങ്ങൾ പ്രതീക്ഷയോടെ കർത്താവേ എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞാൽ കർത്താവ് നിങ്ങളോട് സംസാരിക്കാൻ കഴിയും. If you have the hope that Lord will speak to you, then surely the God will speak to you. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ആമേൻ. ഇന്ന് പകൽ ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി ഷെയർ ചെയ്യട്ടെ. Today I want to share the word of God that Lord given to me. കഴിഞ്ഞ രാത്രിയിൽ ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് വാക്യങ്ങളാണ് കർത്താവ് എനിക്ക് തന്നത്. Yesterday night the Lord gave me two verses. ആ രണ്ട് വാക്യങ്ങൾ മാത്രമേ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പകൽക്കാലം പറയുന്നുള്ളൂ. So I want to tell that two words to you. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ആ വാക്കുകൾക്കകത്ത് വലിയ വിടുതലുകൾ ഇന്ന് പകൽക്കാലം സംഭവിക്കും. There will be so many miracles will happen in that verse. ആമേൻ. ഹല്ലേലൂയ. വേഗത്തിൽ ആ വാക്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. Let's go through the word of God. മത്തായി സുവിശേഷം Matthew 26 അധ്യായത്തിന്റെ chapter 26 38 വാക്യം. verses 38. മത്തായി സുവിശേഷം 26 38 Matthew വാക്യം. 26:38 verse. എന്റെ ഉള്ള മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പിൻ. മതി. സ്തോത്രം. കർത്താവായ യേശുവിന്റെ ഒരു വാക്കാണ് നമ്മൾ ഇവിടെ വായിച്ചു കേട്ടത്. Here we hear the word of God that said by the Jesus. ഒന്ന് വായിച്ചാട്ടെ. My soul is exceedingly sorrowful even to death. Stay here and watch with me. നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്നതിന് തൊട്ടു മുമ്പായി യേശു ഗത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുവാൻ കടന്നുപോയി. Before crucify the Jesus went to the Gethsemane. യേശുവിനെ പിടിക്കപ്പെടുന്നത് ഗത്സമനയിൽ വെച്ചാണ്. Jesus was caught in the Gethsemane. ആ ഗത്സമനിലേക്ക് യേശു കർത്താവ് പോകുന്നതിന് മുമ്പ് യേശുവിന്റെ ശരീരവും യേശുവിന്റെ രക്തവും തന്റെ ശിഷ്യന്മാർക്ക് കർത്താവ് പകർന്നു കൊടുത്തു. Before he went to the Gethsemane, the Jesus gave his blood and the body, the flesh, to the disciples. യേശു പറഞ്ഞു, ഞാൻ വരുവോളം നിങ്ങൾ ഇത് ചെയ്യേണ്ടതാകുന്നു. Jesus said that you have to do this thing till I am coming back. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പകലിലും തിരുമേശ ഒരുക്കി വെച്ച് കർത്താവായ യേശുവിന്റെ രക്തത്തെയും അവന്റെ ശരീരത്തെയും ഓർക്കുവാൻ തക്കവണ്ണം, മരണത്തെ ഓർക്കുവാൻ തക്കവണ്ണം നമ്മൾ സഭയായി ഇന്ന് പകൽക്കാലം ഇതിനകത്തായിരിക്കുന്നത്. That's why we are gathering here to eat the flesh and the blood, that is to attain the holy communion. യേശു കർത്താവ് ശിഷ്യന്മാർക്ക് തന്റെ ശരീരവും രക്തവും പകർന്നു കൊടുത്ത് അവരോട് സംസാരിച്ച ശേഷം പ്രാർത്ഥിക്കുവാൻ പതിവ് പോലെ ഇതാ ഗത്സമനയിലേക്ക് പോകുകയാണ്. Firstly, the Jesus gave his blood and the flesh to the disciples and he went to the Gethsemane to pray. എന്നാൽ എന്നത്തെയും പോലെയല്ല അന്നത്തെ രാത്രിയിലെ പ്രത്യേകത. That night was not the normal night. യേശു കർത്താവ് എന്നും പ്രാർത്ഥിക്കാറുണ്ട്. Jesus always prayed. ഗത്സമനയിൽ പ്രാർത്ഥിക്കാൻ പോകാറുണ്ട്. Jesus always went to the Gethsemane for the prayer. പക്ഷെ ഇന്നലകളെ പോലെയല്ല ഇന്നത്തെ ദിവസം. But today is not like the other's day. ഇന്നലകൾ പ്രാർത്ഥിക്കാൻ പോയത് പോലെ അല്ല ഇന്ന് യേശു പ്രാർത്ഥിക്കുവാൻ പോകുന്നത്. The Jesus went to the Gethsemane not like the other day. എന്നാൽ വേദപുസ്തകം എന്തെന്ന് ചോദിച്ചാൽ വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, എന്റെ ഉള്ളം മരണവേദന പോലെ ആയിരിക്കുകയാണ്. When we read the word of God, we can see that Jesus says that my soul is exceedingly sorrowful. ഇന്നലകളിൽ ഉള്ള മരണവേദന പോലെ അല്ല യേശു പ്രാർത്ഥിക്കാൻ പോയത്. Yesterday in past times the Jesus went to the Gethsemane not like this. പക്ഷെ ഇന്ന് യേശു പ്രാർത്ഥിക്കാൻ പോകുന്നത് വളരെ ഹൃദയവേദനയോടെയാണ്. But today the Jesus went to the Gethsemane for the prayer with the soul is exceedingly with sorrow. എന്താണ് അതിന് കാരണം? What is the reason? യേശുവിന്റെ മരണത്തിന് സമയമായി. Because the death of the Jesus was arrived. പിതാവിന്റെ സമയമായി. The time of the God was arrived. പിതാവിന്റെ ഇഷ്ടം വെളിപ്പെടുവാൻ സമയമായി. The time has reached to reveal the God's will. ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടാൻ സമയമായി. The God's promise. ദൈവത്തിന്റെ മുൻനിർണയം വെളിപ്പെടാൻ സമയമായി. Because this was a time to reveal the God's will. ഇന്നലകളില്ലാത്ത വേദന നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, if you suffer with so many sorrows, ഇന്നലകളിൽ നീ അനുഭവിക്കാത്ത പ്രയാസം നീ കടന്നുപോകുന്നുവെങ്കിൽ, if you are going through the most sufferful, ഈ പകൽ ഞാൻ നിന്നോടൊരു ദൂത് പറയാം. I want to tell, ആ ദൂതിന്റെ നിവർത്തിയിലേക്ക്, വാഗ്ദത്തത്തിന്റെ നിവർത്തിയിലേക്ക് നീ അടുത്തിരിക്കുന്ന സമയമാണ്. you has reached to reveal the promises. നിന്റെ ഹൃദയം മരണവേദന പോലെ ഇന്ന് പകലായിരിക്കുന്നുവെങ്കിൽ, if your soul is exceedingly with
sorrowful, വലിയ ദുഃഖം നിന്റെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ, if your heart is full of sorrow, ഇന്നലെ വരെ ഇല്ലാത്ത പ്രയാസം നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, if you are feeling so many sufferings, ആ വാഗ്ദത്തത്തിന്റെ അടുത്ത് നീ എത്തപ്പെട്ടിരിക്കുകയാണ്. please note that you has reached the revealing of His യേശുവിന്റെ ഉള്ളം മരണവേദന പോലെയായി. The Jesus soul was full of sorrowful. കാരണം പിതാവിന്റെ ഇഷ്ടം വെളിപ്പെടുവാൻ Because സമയമായിരിക്കുകയാണ്. the time of the God has reached. ദൈവത്തിന്റെ ഇഷ്ടം നിന്നിൽ വെളിപ്പെടുവാൻ സമയമായിട്ടുണ്ടെങ്കിൽ, If the willing of the God is going to be revealed, ദൈവത്തിന്റെ പദ്ധതി നിന്നിൽ വെളിപ്പെടുവാൻ if the സമയമായിട്ടുണ്ടെങ്കിൽ, time has reached to reveal the God's അതിന്റെ will, അടയാളമാണ് ഈ വേദന എന്ന് തിരിച്ചറിയുക. you have to note that this was the sign to reveal the God's ഹല്ലേലൂയ, promises. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു ഇന്നലകൾ അനുഭവിക്കാത്ത വേദന ഇതാ ഹൃദയത്തിൽ വഹിക്കുകയാണ്. Now Jesus carrying the sufferings that ever had not had. എന്റെ ഉള്ള മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുകയാണ്. My soul is exceedingly sorrowful with death. വലിയ വേദനയോടെ യേശു പ്രാർത്ഥിക്കുവാൻ വന്നു. That Jesus came by carrying so many sufferings to കൂടെ pray. വന്ന ശിഷ്യന്മാരോട് പറയുകയാണ്, എന്റെ ഉള്ളം അതിദുഃഖിതമായിരിക്കുകയാണ്, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. Jesus said to the disciples that my soul is exceedingly sorrowful, so എന്നാൽ you have യേശു to stay here. എന്നാൽ യേശു പ്രാർത്ഥിക്കുവാൻ പോയ സമയം When Jesus came to കൂടെ pray, ഉണ്ടായിരുന്നവരെല്ലാം ഉറങ്ങിപ്പോയി. the disciples started to sleep. നിന്റെ കൂടെ കാണുമെന്ന് നീ പ്രതീക്ഷിക്കുന്നവരാരും നിന്റെ കൂടെ കാണത്തില്ല. If you thought that someone will along with you, നിന്റെ then വേദനയുടെ നടുവിൽ നീ മാത്രമേ കാണത്തുള്ളൂ. you will be alone your sufferings. നീ ആ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കുന്ന സമയം, When the time you have walking through the നീ ആ promises, നന്മയിലേക്ക് കടക്കുന്ന സമയം, at the time you reach the കൂടെ promises, കാണുമെന്ന് പറയുന്നവരെല്ലാം നിനക്ക് വിരോധമായി തീർന്നു വന്നേക്കാം. the people along with you will be your enemies. എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തിയെന്ന് വന്നേക്കാം. That people will murmur against എല്ലാവരും you. നിന്നെ മറന്നുവെന്ന് They പറഞ്ഞേക്കാം. will forget you. എന്നാൽ അവർ നിന്നെ മറന്നു കളഞ്ഞാലും If the people എന്റെ യേശു forget you, നിന്നെ the മറക്കുകയില്ല. Jesus will never forget you. വാഗ്ദത്തം ചെയ്ത ദൈവം നിന്നെ മറക്കുകയില്ല. The Lord who gave you promises that the Lord will never forget you. യേശു ഒറ്റയ്ക്കായി. The Jesus was alone. യേശു പിതാവിനോട് പ്രാർത്ഥിക്കുന്നു, The Jesus started to pray to the Lord പിതാവേ, Father. Lord Father, കഴിയുമെങ്കിൽ if you can, ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കേണമേ please എന്ന് move the അപേക്ഷിച്ചു. cup in front of me. എന്തുകൊണ്ട് യേശുവിന്റെ ഉള്ളം അതിദുഃഖിതമായി? Why the Jesus said like that? Because the Jesus soul is full of sorrow. എനിക്കും നിങ്ങൾക്ക് വേണ്ടി അവൻ തകർക്കപ്പെടുവാനുള്ള സമയമായതുകൊണ്ടാണ് യേശു ദുഃഖിതനായി The തീർന്നത്. Jesus was full of sorrow because the time has reached to ദുഃഖത്തോടെ crucify for you. പിതാവിനോട് കരയുകയാണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഞാൻ കുടിക്കാതെ വണ്ണം എന്നിൽ നിന്നൊന്ന് നീക്കിത്തരണമേ. The Jesus cried before the Lord and says that if you can, if you possible, then please move the cup in front of me. അതിദുഃഖത്തോടെ ദൈവത്തോട് പിതാവ് പ്രാർത്ഥിക്കുകയാണ്. The Jesus was very sorrowful and prayed before the Lord. പിതാവിനോട് യേശു പ്രാർത്ഥിക്കുകയാണ്. The Jesus prayed before the Lord കാരണം യേശു അഭിമുഖീകരിക്കാൻ പോകുന്ന വിഷയം because the thing that Jesus wanted to face, ഒരു വേദനയാണ്. that was a very sorrowful thing. പുത്രൻ വേദനിക്കുന്ന ഒരു സാഹചര്യം. That was a situation that will make you very എന്നാൽ sorrowful. യേശുവിന്റെ വേദന നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. But the sufferings that carried by the Jesus was to save us. യേശുവിന്റെ ആ വേദന നമ്മുടെ സൗഖ്യത്തിനു വേണ്ടിയായിരുന്നു. Jesus carrying that sufferings because to heal us. യേശുവിന്റെ ആ വേദന നമ്മുടെ വിടുതലിന് വേണ്ടിയായിരുന്നു. Jesus carrying the sufferings because to deliver us. യേശു തകർക്കപ്പെട്ടത് എനിക്കും നിങ്ങൾക്ക് വേണ്ടിയാണ്. Jesus crucified in the cross because for you and me. പിതാവിന്റെ ഇഷ്ടം തന്നിൽ നിവർത്തീകരിക്കപ്പെടാൻ ഈ പാനപാത്രം ഞാൻ കുടിക്കണമെങ്കിൽ കുടിക്കാം, നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് യേശു പറയാൻ കാരണം, Jesus said that if this is your will, Lord, if this is your will, then I will take that cup. പിതാവേ, എന്നെ തകർത്തിട്ട് നിന്റെ മക്കളെ, ലോകത്തെ നിനക്ക് സ്നേഹിക്കുവാൻ ഞാനൊരു തടസ്സമല്ല, നിന്റെ ഇഷ്ടം പോലെ എന്നിലാകട്ടെ. Lord, I am not struggling to make. ഇന്ന് പകൽ പിതാവിനോട് പറ, അപ്പാ, ഞാൻ കാരണം മറ്റൊരു വ്യക്തി സന്തോഷിക്കുമെങ്കിൽ എന്റെ ജീവിതത്തിൽ നീ ഇച്ഛിക്കുന്നത് എന്താണോ അതങ്ങനെ തന്നെ നടക്കട്ടെ. Please say to the Lord that please do your will in my life. Then only the people can make a hope. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. യോസേഫിന് വിരോധമായി തന്റെ സഹോദരന്മാർ പ്രവർത്തിച്ചപ്പോൾ യോസേഫിന് വേദനയായിരുന്നു, പക്ഷേ യോസേഫിന്റെ സഹോദരങ്ങൾക്ക് അത് സന്തോഷമായി മാറി. Brothers stand against the Joseph,
but that thing made a hope. Praise the Lord. Hallelujah. തന്റെ സഹോദരന്മാർക്ക് അത് സന്തോഷമായി, പക്ഷെ തനിക്കത് വേദനയായിരുന്നു. Joseph suffered a lot because of his brothers. എന്നാൽ അവരുടെ സന്തോഷം ദുഃഖമാകുകയും യോസേഫിന്റെ ദുഃഖം സന്തോഷമായി തീരുന്ന ഒരു നാഴിക കടന്നു വന്നു. Brothers' happy was turned into sadness, but Joseph's sad turned into hope. എന്തുകൊണ്ട് യോസേഫ് അന്ന് ദുഃഖിതനായി തീർന്നു എന്ന് ചോദിച്ചാൽ, Why the Joseph was sad? ഇന്ന് യോസേഫ് സന്തോഷിക്കുവാൻ വേണ്ടി തന്നെയാണ്. That sadness was happening in the Joseph's life because he want to take that so much happy in their ഇന്ന് life. ചില വേദനകളിലൂടെ ദുഃഖത്തിലൂടെ ഞാനും നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, If you're going through so many sadness things, നാളെ നാം സന്തോഷിക്കുന്ന ഒരു സുദിനമിത ആസന്നമായിക്കൊണ്ടിരിക്കുകയാണ്. tomorrow you will be very glad. ഒത്തിരി നാളൊന്നും കടന്നു പോകുന്നില്ല, ഒത്തിരി വർഷങ്ങളോ ദിവസങ്ങളോ കടന്നു പോകുന്നില്ല. വേഗത്തിൽ തന്നെ നീ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. You will be suddenly reach the happy days. ഹല്ലേലൂയ. Hallelujah. ദുഃഖത്തോടെ യേശു കർത്താവ് കരഞ്ഞു, ദൈവസന്നിധിയിൽ തന്റെ ഹൃദയത്തെ പകർന്നു, അതിദുഃഖത്തോടെ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. Jesus was very sorrowful and he prayed before the Lord. ലൂക്കോസ് 22:44 പറയുന്നു, യേശു കർത്താവിന്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളിയായി നിലത്തു വീണു. In Lucas chapter 22:44 verses says that Jesus' sweat was turned like a great drops of the blood. Praise the Lord. Hallelujah. യേശുവിന്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളിയായി ഭൂമിയിൽ വീണു. Jesus' sweat becomes a great drops of blood and that coming down to the earth. അത്രമാത്രം വേദനയാണ് യേശു എനിക്കും നിങ്ങൾക്കും വേണ്ടി സഹിച്ചത്. That's much sorrow he was carried. ഹല്ലേലൂയ. Hallelujah. ഇന്ന് ഈ പകൽക്കാലം യേശുവിന്റെ രക്തത്തെയും അവന്റെ ശരീരത്തെയും നമ്മൾ ഓർക്കുമ്പോൾ ഓർക്കണം, ക്രൂശിൽ മാത്രമല്ല യേശുവിന്റെ രക്തമൊഴുകിയത്, ഇതാ ഗത്സമനയിലും യേശുവിന്റെ രക്തം വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളിയായിട്ടാണ് വീണതെന്നും ഇന്ന് പകൽ മറക്കരുത്. When you reach near to take the Holy Communion, you have to rememberize that the Jesus crucified not only at the cross, not only he shed his blood at the cross, he also shed his blood at Gethsemane. യേശുവിന്റെ രക്തം ഗത്സമനയിലും, യേശുവിന്റെ രക്തം പീലാത്തോസിന്റെ കൽത്തലത്തിലും, യേശുവിന്റെ രക്തം താൻ കടന്നു പോകുന്ന വീഥികളിലും, യേശുവിന്റെ രക്തം കാൽവരിയിലും നമുക്ക് വേണ്ടി ചിന്തപ്പെട്ടു. Jesus' blood was shed at the cross, at the places he reached, he went. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഇന്ന് പകൽ എന്തിനു വേണ്ടി? എനിക്കും നിങ്ങൾക്കും ജീവൻ ഉണ്ടാകേണ്ടതിന് വേണ്ടി. This was happened because to make us live. യേശു കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, അതിദുഃഖത്തോടെ ഹൃദയം തകർക്കപ്പെട്ടവനായി, ഹൃദയത്തെ തകർത്ത ആ വിഷയത്തെ ദൈവസന്നിധി സമർപ്പിച്ച്, ഇത് നീങ്ങിപ്പോകണം, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല, നിന്റെ ഇഷ്ടം മതിയപ്പാ എന്ന് യേശു പിതാവിനോട് പ്രാർത്ഥിച്ചു. Jesus prayed before the Lord that, Lord, please do your will in my life. ഹല്ലേലൂയ. Hallelujah. നീങ്ങിപ്പോകുവാൻ പ്രാർത്ഥിച്ചിട്ട് യേശു പറഞ്ഞു, എങ്കിലും എന്റെ ഇഷ്ടമല്ലപ്പാ, നിന്റെ ഇഷ്ടം എന്നിൽ നടക്കട്ടെ. One time he said that, please move this cup in front of me. Then after that he said, please do your will in my life. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ ഈ പ്രശ്നത്തിൽ നിന്ന് വിടുവിക്കണം, ഈ പ്രയാസത്തിനെ പുറത്തു കൊണ്ടുവരണം, എന്നെ ഇതിൽ നിന്നൊരു വിടുതലിലേക്ക് നയിക്കണമെന്ന് നാമും പ്രാർത്ഥിക്കാറുണ്ട്. Sometimes we will also pray like that, please move the sufferings from our life. എന്നാൽ പ്രിയരെ ഓർക്കുക, ദൈവത്തിന് ഇഷ്ടമാണ് നീ അതിനകത്തൂടെ കടന്നു ചെന്ന് ആ വാഗ്ദത്തം, ആ നന്മ നീ പ്രാപിക്കണമെന്നുള്ളത്. Please, the sufferings you are carried is the will of God. ഹല്ലേലൂയ. Hallelujah. എന്തിനു വേണ്ടി? നീ അനുഭവിക്കുന്ന ദുഃഖത്തിൽ നിന്ന് നീ സന്തോഷത്തിലേക്ക് ദൈവം നയിക്കുമ്പോ നീ വളരെയധികം ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീരും. Why the Lord allowed the sufferings in your life? That is because you have to reach the hopeful life. ഹല്ലേലൂയ. Hallelujah. യേശുവിന്റെ ഉള്ളം വളരെ വേദനിച്ചു. The Jesus soul was exceedingly sorrowful. തന്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളിയായി ഒഴുകി. His sweat turns like a great drops of blood. കൂടെ കാണുമെന്ന് വിചാരിച്ച ശിഷ്യന്മാർ ഉറങ്ങിപ്പോയപ്പോഴും യേശു പിതാവിനോട് The സംസാരിക്കുകയായിരുന്നു. disciples along with him were slept, but the Jesus prayed before the Lord. എന്നാൽ യേശുവിന്റെ ഉള്ളം ദുഃഖിതമായി തീർന്ന് താൻ പ്രാർത്ഥിച്ചതിന് റിസൾട്ട് വെളിപ്പെട്ടത് അടുത്ത അധ്യായത്തിലാണ്. But in the next chapter we can see that the results was came. യേശുവിന്റെ ഉള്ളം ദുഃഖത്തോടെ ദൈവസന്നിധിയിൽ താൻ പകർന്നു കൊടുത്ത് കരഞ്ഞപ്പോൾ, When the Jesus prayed before the Lord with so many sorrowful, മറുഭാഗത്ത് സംഭവിച്ചെന്താണ് നിങ്ങൾക്കറിയാമോ? next chapter we can see that എന്താണ് അപ്പുറത്ത് സംഭവിച്ചെന്നറിയാമോ?
Can you know that what happened? ഇവിടെ യേശു കരഞ്ഞപ്പോൾ, യേശുവിന്റെ ഉള്ളം തകർന്നപ്പോൾ, Here the Jesus was carrying a great sorrowful and prayed before the അടുത്ത Lord. നിമിഷത്തിൽ സംഭവിച്ചത്, At the next time, യേശുവിന്റെ ഹൃദയത്തിന് വേദന ഉളവാക്കിയ പിശാചിന്റെ തലയെ തകർത്ത് ക്രൂശിൽ അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടി. in the next chapter, we can see that the Jesus destroyed the head of the Satan. ഇന്ന് നിനക്ക് കണ്ണുനീരാണെങ്കിൽ, Maybe you wept today. ഇന്ന് നിന്റെ ഹൃദയത്തിന് ദുഃഖമുണ്ടെങ്കിൽ, Maybe you are carrying so many sorrowful in the heart. ഇന്ന് നീ ദുഃഖത്തോടെ കരഞ്ഞ വിഷയത്തിനകത്ത്, The matter you are so suffering. ഇന്ന് നീ വേദനിച്ച Matter you are in trouble. അടുത്ത നിമിഷങ്ങളിൽ റിസൾട്ട് വെളിപ്പെടാൻ Next പോകുകയാണ്. time the result was going to be revealed. അടുത്ത നിമിഷങ്ങളിൽ ഇതിന് മറുപടി വരാൻ പോകുകയാണ്. The solution is coming at the next time. ആ കരഞ്ഞ കണ്ണുനീരിന്റെ പ്രതിഫലമായി, The result of the shedding tears ആ was നുറുങ്ങിയ ഹൃദയത്തിന്റെ വേദനയ്ക്ക് പകരമായി, the sorrowful heart. ആ പ്രാർത്ഥനയുടെ മറുപടിയായി സാത്താന്റെ തലയെ ദൈവം തകർത്തു കളഞ്ഞു. The Jesus destroyed the head of the Satan. ഇന്നൊരു പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, Today morning I want to say in spirit അവൻ that നിന്നെ തകർക്കുമെന്ന് വെല്ലുവിളിച്ചു നിൽക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങൾ, the satanic, നിനക്കെതിരെ വെല്ലുവിളിച്ചു നിൽക്കുന്ന ചില വ്യക്തികളെ the people who are standing നിന്റെ against you, മുമ്പിൽ ദൈവം തകർത്തു കളയുന്ന the Lord പകലാണിത്. will destroy today. നിന്റെ ഹൃദയത്തെ ആരാണോ വേദനിപ്പിച്ചത്, The people who make your heart നിന്റെ sorrow, ഹൃദയത്തിന് ദുഃഖമായി തീരുവാൻ ആരാണോ കാരണമായി the തീർന്നത്, people who make your heart നിന്നെ broken, വേദനിപ്പിച്ച വിഷയം എന്താണോ, the matter you are suffering, നിന്നെ ഭാരപ്പെടുത്തിയ പ്രശ്നം എന്താണോ, the problem you are in ആ trouble, പ്രശ്നത്തിന്റെ മേൽ ഇന്ന് പകൽ നിനക്ക് ജയം കർത്താവ് തരികയാണ്. the Lord will give you a winning that problem. ശബബബര ഹദലഗടഗ രഗദലഗടഗ രഗദന. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഈ പകൽ അത്ഭുതങ്ങൾ The ചെയ്യുകയാണ്. Lord will do miracles if you believe. ഇന്ന് പകൽ ഞാൻ സംസാരിക്കുന്ന വചനം എന്നോടാണ് ഞാൻ സംസാരിക്കുന്നത്. I am saying the word for me. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും സ്വീകരിക്കാം. If you want this, then please receive it. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് If ഏറ്റെടുക്കാം. you believe it, then you can ഞാനത് receive വിശ്വസിക്കുകയാണ്. it. I believe. ഇന്നലെ എനിക്ക് വിരോധമാകുന്ന സകല ശത്രുവിന്റെ കോട്ടകളെ തകർത്തിട്ട് എനിക്കിന്ന് പകൽ ഒരു ജയമുണ്ട്. I believe that the Lord will destroy the satanic head, the problems. ഹല്ലേലൂയ. Hallelujah. യേശു അതിദുഃഖത്തോടെ കരഞ്ഞു. The Jesus cried with so യേശുവിന്റെ much sorrow. കരച്ചിലിന്റെ റിസൾട്ട് വെളിപ്പെടുകയാണ്. The result of the Jesus sorrow ക്രൂശിൽ ദൈവത്തിന്റെ ഹിതം, പിതാവിന്റെ ഇഷ്ടം നിറവേറിയപ്പോൾ at the cross, the God's willing was happened. തകർന്നത് പിശാചാണ്. At the time, the Satan was destroyed. ദൈവത്തിന്റെ വാഗ്ദത്തം നിന്നിൽ നിറവേറുമ്പോൾ At the time when the promise was തകരുന്നത് fulfilled, പിശാചാണ്. the Satan will destroy. തകരുന്നത് സാത്താന്യ മേഖലകളാണ്. The satanic souls will be തകരുന്നത് destroyed. ശത്രുവിന്റെ പദ്ധതികളാണ്. The enemies saw things will ദൈവത്തിന്റെ destroy. പദ്ധതി നിന്നിൽ നിറവേറുമ്പോൾ At the time when the promise of the സാത്താന്റെ Lord is fulfilled, പ്ലാനുകളെല്ലാം പൊളിഞ്ഞു പോകുകയാണ്. satanic plan will be destroyed. അരഗമന അധുരികട അർത്ഥന റിവൽക്കമന ഘടക രഹസ്യാന്തനെ. ഇന്ന് പകൽ വിശ്വസിക്കുന്നുവോ ദൈവവൈതലേ, നിനക്ക് വിരോധമായ ശത്രു ഒരുക്കി വച്ചിരിക്കുന്ന സകല പദ്ധതികൾ ഇന്ന് പകൽ പരാജയപ്പെടുന്ന പകലാണ്. Can you believe that the satanic plans will be destroyed now? ഹല്ലേലൂയ. Hallelujah. ദൈവത്തിന്റെ പിതാവിന്റെ ഇഷ്ടം പുത്രനിൽ വെളിപ്പെട്ടപ്പോൾ സാത്താന്റെ പദ്ധതികൾ മുഴുവൻ പരാജയപ്പെട്ടു. When the God's plan was revealed in Jesus' life, the Satan get destroyed. ക്രൂശിൽ യേശു തറക്കപ്പെടാതിരിക്കാൻ, ക്രൂശിൽ യേശു മരിക്കാതിരിക്കാൻ പിശാച് പലവട്ടം അതിന് തടസ്സപ്പെടുത്താൻ നോക്കി. The Satan makes so many struggles to not make the Jesus to die at cross. യേശു ക്രൂശിൽ മരിക്കരുതെന്ന് ആഗ്രഹിച്ച വ്യക്തി പിശാചാണ്. Satan forced the Jesus do not die at the cross. എന്നാൽ പിതാവിന്റെ പദ്ധതി, പിതാവിന്റെ ഇഷ്ടം യേശുവിൽ വെളിപ്പെട്ടപ്പോൾ പിശാച് തകർന്നു. യേശു പിശാചിന്റെ തലയുടെ മുകളിൽ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി. But when God's plan was revealed in Jesus' life, the satanic plans get destroyed
and the Jesus celebrate the things at cross. ഇന്ന് പകലിൽ ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ പദ്ധതി എന്നിലും നിങ്ങളിലും വെളിപ്പെടുമ്പോൾ സാത്താന്റെ പദ്ധതികൾ മുഴുവനും തകർന്നു പോകുകയാണ്. When God's plan gets revealed in our life, the satanic plans get destroyed. ഇന്ന് പകൽ ഞാൻ പറയാ, അതിദുഃഖത്തോടെ ഹൃദയവേദനയോടെ നീ ഇതിനകത്ത് ഇരിക്കുന്നെങ്കിൽ, If you sit here with carrying so many sorrows, നീ ദുഃഖിക്കുവാനുള്ള വിഷയത്തിനകത്ത് വർഷങ്ങൾക്ക് ശേഷമല്ല മറുപടി, അടുത്ത അധ്യായത്തിൽ, അടുത്ത മണിക്കൂറിൽ, അടുത്ത സെക്കൻഡിൽ, അടുത്ത ദിവസത്തിൽ, അടുത്ത സെക്കൻഡുകളിൽ നിന്റെ വിഷയത്തിന്റെ മറുപടി നിന്റെ കരത്തിൽ വരുമെന്ന് ഈ പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്. the solutions of your problem will coming very soon in your life. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. അതിരാവിലെ യേശു പ്രാർത്ഥിക്കുന്നു, അർദ്ധരാത്രിയിൽ യേശു പ്രാർത്ഥിക്കുകയാണ്. At midnight, the Jesus started to pray. യേശുവിന്റെ പ്രാർത്ഥന കഴിഞ്ഞ് നേരെ യേശുവിനെ പിടിച്ചുകൊണ്ട് പോകുകയാണ് ക്രൂശിക്കേണ്ടതിന് വേണ്ടി. The Jesus was caught up, and the Jesus was when യേശു പ്രാർത്ഥിച്ച സമയം എത്തുന്നതിന് മുമ്പ് റിസൾട്ട് വെളിപ്പെടുകയാ. the result was revealed. കഴിഞ്ഞ രാത്രി യേശു പ്രാർത്ഥിച്ച സമയമാകുന്നതിന് മുമ്പ് യേശു ക്രൂശിൽ മരിച്ചു. Before the midnight came, the Jesus died at the ഇന്ന് cross. പകൽ ഈ ദൂത് നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ദിവസം ഈ സമയമാകുന്നതിന് മുമ്പ് ആ വാഗ്ദത്തം നിന്നിൽ നിറവേറിയിരിക്കും. When you are hearing this word of God now, ശബബബരബരഗദര. the result will happen in your life tomorrow at ഇന്ന് this പകൽ നീ time. ദുഃഖിച്ചിരിക്കുന്ന ഈ കരയുന്ന വിഷയത്തിനകത്ത് അടുത്ത ദിവസം ഇതേ സമയം ആകുന്നതിന് മുമ്പ് നിന്റെ അടുത്ത മറുപടി വന്നിരിക്കും. The next day at this time, you will get that solution. ശബബബരധലഗടഗരഗദലഗടഗ. അത് നിന്നെ പ്രാപിക്കാതിരിക്കാൻ പിശാച് എന്തൊക്കെ പദ്ധതികൾ നിനക്കെതിരെ തയ്യാറാക്കിയാലും, Maybe the Satan makes so many plans to destroy that ധീരവഹദര promise in ഘടക your ശബ്ദര, life. ദൈവത്തിനത് പദ്ധതി ഉള്ളതുകൊണ്ട്, ദൈവത്തിനതിനകത്ത് പദ്ധതി ഉള്ളതുകൊണ്ട് അത് വെളിപ്പെടുക തന്നെ ചെയ്യും. The God has His wonderful plans for you, so that will reveal. അതിനെന്തൊക്കെ തടസ്സങ്ങൾ പിശാച് കൊണ്ടിട്ടാലും, If any problems will happen in your life by the Satan, വാഗ്ദത്തം നീ പ്രാപിക്കുക തന്നെ ചെയ്യും. you will acquire that promises from the God. ദൈവത്തിന്റെ ഇഷ്ടം നിന്നിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. The God's will surely reveal in your life. കാരണം യേശു കർത്താവ് ഹൃദയം തകർന്ന് കരഞ്ഞതുപോലെ ഇന്നലകളിൽ ഞാനും നിങ്ങളും തകർന്ന ഹൃദയത്തോടെ അനേക വിഷയങ്ങൾ ദൈവസന്നിധി പറഞ്ഞവരാണ്. Because you are carrying so many sorrowful in your life as Jesus carried. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയട്ടെ പ്രിയരേ, In spirit I want to say that നീ ഏതെങ്കിലും വിഷയത്തെ ഓർത്ത് ഹൃദയം നുറുങ്ങി കരഞ്ഞിട്ടുണ്ടെങ്കിൽ, if you are prayed by carrying so many sorrowful, ആ കണ്ണുനീരിന്റെ മറുപടി ഇതാ വെളിപ്പെടുവാൻ പോകുകയാണ്. the solution is going to be revealed in your life. നീ ദുഃഖിച്ച് കരഞ്ഞ വിഷയത്തിനകത്ത് ദൈവം മറുപടി വെളിപ്പെടുത്തുവാൻ സമയം The വന്നിരിക്കുകയാണ്. matter you are suffered and cried, the Lord is doing some miracles in that thing. യേശു അതിദുഃഖത്തോടെ മരണവേദനയുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. The Jesus prayed before the Lord by carrying so many sorrowful. പിതാവേ, ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ. Jesus says that please move this cup in front of me if you can. യേശു ദുഃഖത്തോടെ കരഞ്ഞു, എന്നിട്ട് പറഞ്ഞു, നിന്റെ ഇഷ്ടം നീങ്ങിപ്പോകണമെന്ന് പ്രാർത്ഥിച്ചിട്ട് പറയുകയാ, പിതാവേ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ. Jesus cried and said that if you can please move this cup in front of me. പിതാവിന്റെ ഇഷ്ടം വെളിപ്പെട്ടു. If this is your will, then please do this happen in my life. And the God's plan was revealed. പിതാവിന്റെ ഇഷ്ടം യേശു ക്രൂശിക്കപ്പെടണമെന്നുള്ളതായിരുന്നു. What was the God's plan? God's plan was that Jesus should die. യേശു ക്രൂശിക്കപ്പെട്ടത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്ന് ഇവിടെ നിന്ന് യേശുവിനെ പ്രസംഗിക്കുന്നതും യേശുവിനെ ആരാധിക്കുന്നതും. Jesus crucified at the cross. That's why we are preaching about the Jesus and worship the Jesus. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല. The Lord will never test you as a bad things. ഇന്നലകൾ വേദനകളിലൂടെ നീ കടന്നുപോയെങ്കിൽ, If you went through some suffering things, വലിയൊരു ദൈവിക പദ്ധതിയിലേക്ക് ദൈവം നിന്നെ കടത്തിക്കൊണ്ടുപോകുകയായിരുന്നു. that means the Lord making you to walk through a great ആ walk. ദൈവത്തിന്റെ പദ്ധതി എന്തെന്ന് What was the great നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ കാണുന്ന മണിക്കൂറുകളാണ് ഈ മണിക്കൂറുകൾ എന്ന് ഈ പകൽ ദൈവാത്മാവിനെ വിളിച്ചു പറയാം. that great plan you will see now. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. യേശുവിന്റെ ഉള്ളം
ദുഃഖിതമായി തീർന്നു. യേശു പിതാവിനോട് കരഞ്ഞു. Jesus' soul was fully sorrows and he prayed before the Lord. മറ്റൊരു ഭാഗത്ത് യേശുവിന്റെ ഉള്ളം ദുഃഖിതമായി തീർന്നതായി നമ്മൾ കാണുന്നു. In the other book we can see that the Jesus soul is exceedingly sorrowful. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 33-ാമത്തെ വാക്യം. John chapter 11:33 verse. യേശു ഉള്ളം നൊന്ത് കലങ്ങി അവനെ വച്ചതെവിടെ എന്ന് ചോദിച്ചു. The Jesus became agony and he says that where you laid him. ഈ സന്ദർഭം സാഹചര്യം നമുക്കറിയാം. We know that the situation. യേശു കർത്താവ് സ്നേഹിച്ചിരുന്ന ഒരു കുടുംബം, Jesus loved a family. യേശുവിനെ സ്നേഹിച്ച ഒരു കുടുംബം That family also loved Jesus. ബഥാനിയിലുണ്ടായിരുന്നു. That family was in the earth. രണ്ട് സഹോദരിമാരും ഒരു സഹോദരനും അടങ്ങുന്ന ഒരു കുടുംബം. That family consists 2 sisters and 1 brother. ലാസറിന്റെ വീട്. That means that there's the house of the Lazarus. ഒരിക്കൽ ലാസറിന് ദീനമായി ലാസർ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി. One day the Lazarus caught up some illness and he died. ലാസറിന്റെ ദീനമായി കിടന്ന വാർത്ത അറിഞ്ഞിട്ടും യേശു ആ വീട്ടിലേക്ക് വന്നില്ല. Jesus never reached the house when he heard the Lazarus was ill. യേശു കർത്താവ് ലാസർ മരിച്ചെന്നറിഞ്ഞിട്ടും ആ വീട്ടിൽ വന്നില്ല. He heard that the Lazarus was died, but he never reached the home. ലാസർ മരിച്ചു 4-ാം ദിവസമാണ് ആ യേശുവെ ആ ഭവനത്തിലേക്ക് കടന്നു വന്നത്. Jesus came the Lazarus house after he died. ആ വീട്ടിലേക്ക് യേശു വരുമ്പോൾ യഹൂദന്മാരും ആ വീട്ടിലെ സഹോദരിമാരും കരയുന്നത് യേശു കണ്ടു. When he reached the Lazarus house, he saw that the Marys was weeping and also the Jews along with her also weeping. അവരുടെ കണ്ണുനീര്, അവരുടെ വേദന യേശു കണ്ടിട്ട് When Jesus saw the bed, യേശുവിന്റെ ഉള്ളം നൊന്ത് കലങ്ങി. Jesus' soul is exceedingly sorrowful. ഇന്ന് പകൽ ഞാൻ പറയാം, ലോകത്തിൽ ആരും നിന്നെ കണ്ടിട്ട് അവർക്കാർക്കും ഒരു മനസ്സലിവും ഒരു ദയയും തോന്നിയില്ലെങ്കിലും യേശുവിനെ നിന്റെ വിഷയത്തെ കാണുമ്പോൾ ഉള്ളം കലങ്ങും. Maybe some people is also knowing your sorrowfulness, but they never mind you. But when Jesus saw you, Jesus' heart was broken. ഒരുപക്ഷേ മറ്റുള്ളവർ നിന്റെ വേദനയിൽ പുഞ്ചിരിക്കുമായിരിക്കും. Maybe some people will see you and they will smile at നിന്റെ you. വേദനയിൽ പരിഹസിക്കുമായിരിക്കും. Maybe some people will kidding you when നിന്റെ വേദനയിൽ നിന്നെ കുറ്റപ്പെടുത്തുമായിരിക്കും. maybe some people will murmur against you at that time. എന്നാൽ എന്റെ യേശു നിന്നെ കുറ്റപ്പെടുത്തുകയില്ല. But Jesus will never അവൻ murmur നിന്നെ against you. തള്ളിക്കളയുകയില്ല. He will never deny you. അവൻ നിന്നെ കുറവ് പറയുകയില്ല. He will never say anything അവൻ wrong നിന്നെ about you. പരിഹസിക്കുകയില്ല. He will never kidding you. നിന്റെ വേദന അവന്റെ വേദനയായി അവൻ ഏറ്റെടുക്കും. He will take your sorrows as his own sorrow. യേശു തന്റെ മരണം മുന്നിൽ കണ്ടപ്പോൾ എങ്ങനെയാണോ ഹൃദയം വേദനിച്ചത്, How the Jesus soul is broken when he saw അതേ വേദനയാണ് മറ്റൊരുവന്റെ വേദനയുടെ നടുവിൽ യേശുവിന്റെ ഹൃദയത്തിനകത്തുണ്ടായ വേദന. that same sorrow will feel in Jesus' heart. ഹല്ലേലൂയ. Hallelujah. യേശുവിന്റെ ഹൃദയത്തിനകത്ത് ഉണ്ടായ വേദന അവരുടെ ജീവിതത്തിലുണ്ടായ അതേ വേദന തന്നെയാണ് യേശുവിന്റെ ഹൃദയത്തിനകത്തും ഉണ്ടായത്. Jesus carried the same sorrow what the Mary's home, the Lazarus home carried the sorrow. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് കരയുന്നവരോട് കൂടെ നിങ്ങൾ കരയണമെന്ന്. That's why the Jesus says that if someone is seeing, കാരണം യേശു അങ്ങനെയായിരുന്നു. because Jesus was like that. യേശു കരയുന്നവരെ കണ്ടിട്ട് മാറിപ്പോകുകയല്ല ചെയ്തത്, അവരോട് കൂടെ കരയുകയാണ് ചെയ്തത്. When Jesus saw anyone is crying, then Jesus also cried along with them. നീ ഒരു വേദനയ്ക്കകത്താകുമ്പോൾ, ഒരു പ്രയാസത്തിനകത്താകുമ്പോൾ നീ ഒറ്റയ്ക്കല്ല, യേശു നിന്റെ കൂടെയുണ്ട്. If you are in a troubles or sufferings, you are not alone. The Jesus is along with you. നീ കരയുമ്പോൾ നീ ഒറ്റയ്ക്കല്ല, യേശു നിന്റെ കൂടെയുണ്ട്. If you cried, that you are not alone. The Jesus is also along with you. നീ ഏകനല്ല, നീ ഏകയല്ല, നീ ഒറ്റയ്ക്കല്ല. നീ ആയിരിക്കുന്ന അവസ്ഥയുടെ നടുവിൽ നിന്റെ കൂടെ ഒരുവനുണ്ട്, അവന്റെ പേർ യേശു എന്നാണ്. You are not alone in the midst of the troubles. The Jesus is along with you. ആര് നിന്നെ മറന്നാലും, ആര് നിന്നെ കൈവിട്ടാലും, ആര് നിന്നെ ഉപേക്ഷിച്ചാലും, ആര് നിന്നെ കുറ്റം പറഞ്ഞാലും, ആര് നിന്നെ തള്ളിക്കളഞ്ഞാലും യേശു ഒരിക്കലും നിന്നെ വിട്ടു മാറത്തില്ല. Maybe some people will deny you, forget you, murmured against you, maybe tell so many wrong things about you, but Jesus is along with you. He will never forget you. നീ വേദനിക്കുമ്പോൾ നിന്നോടൊപ്പം വേദനിക്കുന്ന ഒരു ഹൃദയമാണ് എന്റെ യേശുവിന്റെ ഹൃദയം.
when you cried, the Jesus will alone cry with you. യേശുവിന്റെ ഹൃദയം അവരുടെ ദുഃഖത്തിന്റെ സാഹചര്യത്തിൽ യേശുവിന്റെ ഹൃദയം അവരോടൊപ്പം ദുഃഖിച്ചു. At that situation, the Jesus was also sad. ഉള്ളം നൊന്ത് കലങ്ങി യേശു ചോദിച്ചു, അവനെ വച്ചത് എവിടെയാണ്? The Jesus feels so many sorrow, and he says that where he lay. ഇന്ന് പകലിൽ യേശു ഉള്ളം നൊന്ത് കലങ്ങി നിന്നോട് ചോദിക്കുകയാണ്, എന്താ മോനെ നീ കരയാനുള്ള കാരണം? Now today the Jesus heart was brokening, and the Jesus says that what is the reason എന്താ മകളെ നീ കരയാനുള്ള കാരണം? Jesus saying that why you people you are crying. എവിടെയാണ് മോനെ നിന്റെ പ്രശ്നം? Where is your problem? എവിടെയാ മകളെ നിന്റെ പ്രശ്നം? Where is your problem? എവിടെയാണ് നിന്റെ പ്രശ്നം? Where is your problem? എന്താണ് നിന്റെ പ്രശ്നം? What is your problem? എന്തുകൊണ്ടാണ് നീ കരയുന്നത്? Why you are shedding your tears? എന്താണ് നിന്റെ ആവശ്യം? What is your need? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? What I want to do for you? നിന്റെ പ്രശ്നം എവിടെ? Where is your problem? Hallelujah. നിന്റെ പ്രശ്നം എവിടെയാണ്? Where is your problem? നിന്റെ വിഷയം എവിടെയാണ്? Where is your matter? നിന്റെ ഭാരം എവിടെയാണ്? Where is your suffering? നീ കരയുന്നതിന്റെ കാരണം എന്താണ്? What is the reason you are ആ shedding your കാരണം നീ tears? കാണിച്ചുകൊട്. ആ കാരണം നീ കാണിച്ചു കൊടുക്ക്. Please say that problem ആ before the Lord. കാരണം നീ പറഞ്ഞുകൊട്. Please say the ആ problem before the വിഷയത്തെ നീ Lord. ഏൽപ്പിച്ചുകൊട്. Please give that നിന്റെ something to the ഭാരം Lord. അവന് മേൽ വെച്ചുകൊട്. Please give your ഇന്ന് sufferings before പകൽ the Lord. അതിനകത്ത് വിടുതൽ വെളിപ്പെടാൻ പോകുകയാ. The deliverance will happen in that matter. കർത്താവേ, ഇന്ന് പകൽ എന്റെ ഭാരം, എന്റെ വേദന, എന്റെ ദുഃഖം, എന്റെ നിരാശ ഞാൻ ആരോട് പറയുമെന്ന് പറഞ്ഞു കൊണ്ടു നടന്ന സകല വേദനകളും ഇന്ന് ഞാൻ നിന്റെ ചുമലിൽ വയ്ക്കുകയാണ്. Lord, here is my sufferings, here is my problem. I put my sufferings in front of you, Lord. ആരോട് ചൊല്ലിടും എന്റെ ഈ ദുഃഖങ്ങൾ? ആരവ ഉൾക്കൊണ്ടിടും? ആരോട് ചൊല്ലിടും എന്റെ ഈ ദുഃഖങ്ങൾ? ആരവ ഉൾക്കൊണ്ടിടും? ആരോടും ആരോടും പറയാത്തതൊക്കെയും നിന്നോട് ചൊല്ലിടാം ഞാൻ. ആരോടും ആരോടും പറയാത്തതൊക്കെയും നിന്നോട് ചൊല്ലിടാം ഞാൻ. നെഞ്ചിന്റെ നോവുകൾ എല്ലാം അറിയുവാൻ നീ മാത്രമെൻ ദൈവമേ. എല്ലാം പറഞ്ഞൊന്നു കരയുവാനുള്ളത് നിൻ സന്നിധി മാത്രമേ. എല്ലാം പറഞ്ഞൊന്നു കരയുവാനുള്ളത് നിൻ സന്നിധി മാത്രമേ. ആരോട് ചൊല്ലിടും എന്റെ ഈ ദുഃഖങ്ങൾ? ആരവ ഉൾക്കൊണ്ടിടും? ആരോട് ചൊല്ലിടും എന്റെ ഈ ദുഃഖങ്ങൾ? ആരവ ഉൾക്കൊണ്ടിടും? ആരോടും ആരോടും പറയാത്തതൊക്കെയും നിന്നോട് ചൊല്ലിടാം ഞാൻ. ആരോടും ആരോടും പറയാത്തതൊക്കെയും നിന്നോട് ചൊല്ലിടാം ഞാൻ. നെഞ്ചിന്റെ നോവുകൾ എല്ലാം അറിയുവാൻ നീ മാത്രമെൻ ദൈവമേ. എല്ലാം പറഞ്ഞൊന്നു കരയുവാനുള്ളത് നിൻ സന്നിധി മാത്രമേ. എല്ലാം പറഞ്ഞൊന്നു
കരയുവാനുള്ളത് നിൻ സന്നിധി മാത്രമേ. നീ ആരോടും പറയാതെ നിന്റെ ഉള്ളിനകത്ത് നീ കൊണ്ടു നടക്കുന്ന സകലതും പറയാൻ യേശുവിന്റെ സന്നിധി നിനക്കുണ്ട്. You have the hope in front of the Lord to say your sufferings you are carrying. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരിയെ, മാതാവേ പിതാവേ, My beloved ones, you are hearing the word of God. എന്റെ പ്രിയരെ, ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, My beloved ones, I want to say നിങ്ങൾ one thing ദുഃഖം to you. ചുമന്ന് നിങ്ങൾ കരഞ്ഞുകൊണ്ട് ജീവിക്കണ്ട. Don't make your life to be sorrow. നിങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും എല്ലാം തുറന്നു പറയാൻ കഴിയുന്ന ഒരിടമുണ്ട്, യേശുവിന്റെ സന്നിധി. You have the place you can say your sufferings, your നീ problems. കരയുമ്പോൾ നിന്നോട് കൂടെ കരയുന്നവനാണ് എന്റെ യേശു. My Jesus will cried along with you. ഇന്ന് പകൽ നിന്റെ വേദന കണ്ടിട്ട് യേശു നിന്നോടൊപ്പം കരഞ്ഞിട്ട് നിന്നോട് ചോദിക്കുകയാ, നിന്റെ പ്രശ്നം എവിടെയാണ്, എന്താണ്? The Jesus saw your problems and the Jesus cried along with you and saying that what is your problem. പറ കർത്താവേ, ഇന്നതാണ് എന്റെ പ്രശ്നം. Please say that, Lord, this is my problem. രോഗമാണ് എന്റെ പ്രശ്നം, Lord, illness is my problem. കടഭാരമാണ് എന്റെ പ്രശ്നം, Financial crisis is my problem. സമാധാനമില്ലായ്മയാണ് എന്റെ പ്രശ്നം. I have no peace, that's my problem. കർത്താവേ, എന്റെ ജീവിതത്തിൽ ജോലിയില്ല, അതാണ് എന്റെ ഭാരം. Lord, I have no job, that's my problem. എന്റെ ഭാവി, എന്റെ തലമുറയുടെ ഭാവി ഓർത്താണ് ഞാൻ കരയുന്നത്. My generation's life, future, എന്റെ that's my മക്കളുടെ problem. അനുസരണയില്ലായ്മ, എന്റെ ഭർത്താവിന്റെ മദ്യപാൻ, എന്റെ കുടുംബത്തിന്റെ തകർച്ചയാണ് എന്റെ വിഷയം. My husband is an alcoholic person, that's my problem. ഇന്നു പകൽ എന്താണ് നിന്റെ പ്രശ്നം? Today morning, what is your problem? പറ, അപ്പാ, ഞാൻ കരയുന്നതിന്റെ കാരണം, എന്റെ ഹൃദയം വേദനിക്കുന്നതിന്റെ കാരണം ഇതാണ് എന്റെ പ്രശ്നം. Please say to the Lord that, Lord, this is my problem, that's why I am weeping. ഇന്ന് പകൽ നീ പറയുമ്പോൾ യേശു അതിന്റെ മുമ്പിൽ ഇറങ്ങും. If you say your problem before the Lord, then Jesus യേശു ലാസറിന്റെ വീട്ടിൽ വന്നിട്ട് അവരോട് ചോദിച്ചു, ലാസറിനെ വെച്ചത് എവിടെയാണ്? The Jesus came the Lazarus house and says that അവരവരെ where വച്ച is- ഇടം കാണിച്ചു കൊടുത്തപ്പോൾ യേശു കല്ലറയുടെ മുമ്പിൽ വന്നു. when they tell the Jesus that here is യേശു ആ കല്ലറയുടെ മുമ്പിൽ നിന്നിട്ട് വിളിച്ചു, ലാസറേ, പുറത്തു വാ. the Jesus came near the tomb and says that Lazarus, please come out. നിന്റെ പ്രശ്നം നീ പറയുമ്പോൾ നിന്റെ പ്രശ്നത്തിനകത്ത് യേശു ഇറങ്ങിയിട്ട് പറയും, സൗഖ്യമാകുക, രക്ഷ പ്രാപിക്കുക, സമാധാനം പ്രാപിക്കുക. നിന്റെ വിഷയത്തെ നോക്കി യേശു എന്നൊരു വാക്കു പറഞ്ഞ നിന്റെ ജീവിതം മുഴുവനും ഈ പകൽ മാറി മറിയും. If you said your problem before the Jesus, then Jesus will say that please come out from that problem. നിന്റെ വിഷയത്തെ യേശുവിന്റെ കൈകളിൽ കൊടുക്കുക. യേശു അതിനെ നോക്കി ഒരു വാക്ക് ഇന്ന് പകൽ പറയും. അത് പറയുമ്പോ നിന്റെ ചരിത്രം ഇന്ന് പകൽ മാറി മറിയും. When you give your problems before the Lord, then the Jesus will set one command. കാരണം And for that command, the miracles കാരണം will നിന്റെ happen. വേദന യേശുവിന്റെ വേദന പോലെ ഇന്ന് പകൽ ഏറ്റെടുത്തിരിക്കുകയാണ്. Because the Jesus took up your sufferings as his നിന്റെ suffering. പ്രശ്നത്തിന് പരിഹാരം തരാതിരിക്കാൻ യേശുവിന് കഴിയത്തില്ല. The Jesus will surely give you the solutions for the problem. മരണവേദന പോലെ ഗെത്സമനയിൽ യേശു വേദനിച്ചതുപോലെ തന്നെ In Gethsemane, the Jesus heart ലാസറിന്റെ sorrow. വീട്ടിൽ വന്നപ്പോഴും യേശുവിന് അതേ വേദന തന്നെയാണ് ഉണ്ടായത്. And the same sorrow was carrying by the Jesus when he ഇന്ന് മകൻ reached the നിന്റെ Lazarus house. വിഷയവും നിന്റെ വിഷയം യേശുവിന് നിസ്സാരമായൊരു വിഷയമല്ല. യേശുവിന്റെ ഹൃദയത്തിന് ആ വിഷയം ഒരു വേദന തന്നെയാണ്. For Jesus, that problem you are suffering is a great problem. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ പ്രിയരെ, Today morning I want to say that. മറ്റുള്ളവരുടെ വേദന നിങ്ങളുടെ വേദന പോലെ ഏറ്റെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? Can you receive the sorrows that is suffered by your beloved ones? മറ്റുള്ളവരുടെ വേദന എന്റെ വേദന ഏറ്റെടുത്ത് അവരോടൊപ്പം കരയുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്കും നിങ്ങൾക്ക് കഴിയുമോ? Can you carry the sufferings that are carried by other people? യേശു നമുക്ക് Can you കാണിച്ചു pray തന്ന for that? മാതൃക, യേശു ചെയ്തത്, യേശു പ്രവർത്തിച്ചത്, യേശുവിനെ പോലെ ആ സ്വഭാവം നമ്മിലേക്ക് പകരുവാൻ ഇന്ന് പകൽക്കാലം നമുക്ക് കഴിയുമോ? Can you do that Jesus does? യേശു കാണിച്ചു തന്നതുപോലെ മറ്റുള്ളവരുടെ വേദന നമ്മുടെ വേദനയായി ഏറ്റെടുക്കുവാൻ ഒരു ഹൃദയം പിതാവിനോട് ചോദിക്കുക. അപ്പാ, ഒരു നല്ല ഹൃദയം മറ്റുള്ളവരുടെ വേദനകൾ എന്റെ വേദനയായി ഏറ്റെടുക്കുവാനുള്ള ഒരു മനസ്സ് എനിക്ക് തരണം. Please ask Jesus that please give me a heart that can carry the sufferings of other people. Thank you And Jesus. pray for them. Hallelujah. Hallelujah. യേശു നമ്മുടെ വേദന ഏറ്റതുപോലെ നാമും മറ്റുള്ളവർക്ക് വേണ്ടി കരയുകയും
പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാകും. You have to cry and pray for other peoples like Jesus carried our sufferings. ഇന്ന് പകൽ നാം തിരുമേശയോട് അടുക്കുമ്പോൾ, When we reach the Holy Communion, യേശുവിന്റെ രക്തം നാം കുടിക്കുമ്പോൾ, when we drink the blood of യേശുവിന്റെ Jesus, ശരീരം നാം ഭക്ഷിക്കുമ്പോൾ, when we eat the flesh of Jesus, യേശുവിന്റെ സ്വഭാവം കൂടി നമ്മിലേക്ക് പകരപ്പെടട്ടെ. the characteristics of Jesus should also fill. ക്രിസ്തു യേശുവിന്റെ ഭാവം തന്നെ നമ്മിലും വെളിപ്പെടട്ടെ. The Jesus altitude should reveal in our life. ഉള്ളം നൊന്തു നീ കരയുമ്പോൾ നിന്നോടൊപ്പം യേശു കരയും. When you are cried with carrying so ഉള്ളം many നൊന്ത് sorrow, മറ്റൊരു വ്യക്തി കരയുമ്പോൾ അവരോടൊപ്പം നീയും കരയണം. when you cried, the Jesus will always cried along with you. യേശുവിന്റെ- Like that you should cry. യേശുവിന്റെ ഉള്ളം അതിദുഃഖമായി തീർന്നതിപ്പോൾ മറുഭാഗത്ത് വെളിപ്പെട്ടത് വിടുതലാണ്. When Jesus' heart was broken and carrying with so many sorrowful. ലാസറിന്റെ വീട്ടിലും യേശുവിന്റെ ഉള്ളം ദുഃഖിതമായി തീർന്നു. അടുത്ത സെക്കൻഡിൽ അതേ അധ്യായത്തിനകത്ത് തന്നെ അതാ ലാസർ പുറത്തു വന്നു, പിശാചിന്റെ തലയെ തകർത്തു, മരണത്തെ ജയിച്ച് അത്ഭുതം നടക്കുകയാണ്. As the Lazarus home, the things was happening in Lazarus home, we can see that that same thing was happening at the cross. ഹല്ലേലൂയ. Hallelujah. അതേ അധ്യായത്തിനകത്ത് തന്നെ വിടുതൽ സംഭവിച്ചു. The same chapter we can see that the deliverance was യേശുവിന്റെ happening. പ്രാർത്ഥനയിൽ യേശു കർത്താവ് പ്രാർത്ഥിച്ച അടുത്ത അധ്യായത്തിനകത്താണ് പിശാചിന്റെ തല തകർന്നത്. ഇവിടെ ലാസറിന്റെ വീട്ടിൽ യേശു ലാസറിന്റെ വീട്ടിൽ വന്ന് കരഞ്ഞു, അവിടെ വന്ന് പ്രാർത്ഥിച്ചു. ആ അതേ അധ്യായത്തിനകത്ത് തന്നെ വിടുതൽ സംഭവിച്ചു. When Jesus was carrying the sorrowful and prayed before the Lord, at that same chapter we can see that the miracles was happening. Hallelujah. When we came the Lazarus subject, we can also see that the Lazarus was delivered from the tomb. ആമേൻ. Hallelujah. ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയാം പ്രിയരെ, വാഗ്ദത്തം വിദൂരമല്ല. The promise is not far away. സമയം ഏറെയില്ല. We have not enough time. സെക്കൻഡുകൾക്കുള്ളിൽ, Within a second, മണിക്കൂറുകൾക്കുള്ളിൽ within an hour, നീ കേട്ടത് നീ പ്രാപിക്കും നിശ്ചയം. the promises you heard will revealed in your life. ദൈവത്തിന്റെ ഇഷ്ടം നിന്നിൽ വെളിപ്പെടുവാൻ സമയമായി. The God's willness is going to happen in your life. ദൈവത്തിന്റെ വാഗ്ദത്തം നീ പ്രാപിപ്പാൻ സമയമായി. You will receive the ഇന്ന് promise of പകൽക്കാലം God now. നീ കരയുന്ന വിഷയത്തിനകത്ത് മറുപടി വെളിപ്പെടാൻ The പോകുകയാണ്. solutions will came down in your problem. എല്ലാ ഹൃദയങ്ങളും ദൈവസന്നിധി ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. Please give your heart before the Lord. ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. Please stand up before the presence of the Lord. ഒരു നിമിഷം ദൈവത്തോട് പറയാൻ കർത്താവേ, ഇന്ന വിഷയത്തിന്റെ നടുവിൽ ഞാൻ ദുഃഖിതനായിരിക്കുന്നു. Please say to the Lord that, Lord, this is my ഇന്ന് matter. പകൽ അതിനകത്തൊരു വിടുതൽ എനിക്ക് ആവശ്യമാണ്. Lord, I need a deliverance from that matter. കർത്താവേ, ഇന്ന് പകൽ എന്റെ ദുഃഖം നീ അറിയുന്നു. Lord, you know that my എന്റെ heart. ഹൃദയത്തെ നീ കാണുന്നു. You see my heart. ഇന്ന് പകൽ എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ നീ ഇറങ്ങി വരണം. Please do mighty things in my life. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. Please pray before the Lord. വാഗ്ദത്തം വിദൂരമല്ല, Your promise is not far away. ദർശനം വിദൂരമല്ല, Your vision is not far. പ്രാർത്ഥനയുടെ മറുപടി വിദൂരമല്ല. The solution of your prayer is വേഗത്തിൽ not far. വേഗത്തിൽ 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 Suddenly, വേഗത്തിൽ 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 suddenly, വേഗത്തിൽ വേഗത്തിൽ പെട്ടെന്ന്, വളരെ പെട്ടെന്ന്, വളരെ വേഗത്തിൽ, വളരെ വേഗത്തിൽ, വളരെ വേഗത്തിൽ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടാൻ പോകുകയാണ്. നിന്റെ കണ്ണീരിന്റെ മറുപടി വരാൻ പോകുകയാണ്. നിന്റെ വാഗ്ദത്തത്തിന്റെ വിടുതൽ മറുപടി വെളിപ്പെടാൻ പോകുകയാണ്. going to be revealed. ശംദര റിബൽ പ്രൗഢവ ശംധരെ അടക റിഗൽഖാന ഹസദര ദിഗൽ കൗഡിരിക അതര പ്രൗഢിവി റിഗസന്ധനാദര ഘടകസിയ. പ്രാർത്ഥിച്ചാട്ടെ, വായുകളെ തുറന്ന് അഭിഷേകത്തോടെ, ആത്മനിറവോടെ, ദൈവകൃപയോടെ, ആത്മാവിന്റെ ശക്തിയോടെ ദൈവസന്നിധി കരയുന്നവർ കരയട്ടെ, പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. കണ്ണുനീരിന്റെ അവസാനം വന്നിരിക്കുന്നു, പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നിരിക്കുന്നു, വിഷയത്തിന് പരിഹാരം വന്നിരിക്കുന്നു. ഇന്ന് പകൽ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റിരിക്കുകയാണ്. ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ഈ പകൽ പ്രവർത്തിക്കുകയാണ്. നീ കരയുന്ന വിഷയം ഏതാണോ, എന്തിനെ ഓർത്താണോ നീ ഭാരപ്പെടുന്നത്, അതിനകത്തുനിന്ന് പകൽ വിടുതൽ സംഭവിക്കുകയാണ്. അതിനകത്തുനിന്ന് പകൽ അത്ഭുതം സംഭവിക്കുകയാണ്. അതിനകത്തുനിന്ന് പകൽ അത്ഭുതം നടക്കുകയാണ്. അതിനകത്തുനിന്ന് പകൽ വിടുതൽ നടക്കുകയാണ്. യേശു ദുഃഖിച്ചു, കരഞ്ഞു. ആ കണ്ണുനീരിന്റെ മറുപടി അതാ ക്രൂശിൽ വെളിപ്പെട്ടു. പിശാചിന്റെ തല തകർന്നു. ദൈവത്തിന്റെ ഹിതം വെളിപ്പെട്ടു. പിതാവിനെ
അവരുടെ ഇഷ്ടം നടന്നു. അവിടെ അത്ഭുതം സംഭവിച്ചു. ലാസറിന്റെ വീട്ടിൽ വന്ന യേശു അവരോടൊപ്പം കരഞ്ഞു. കരഞ്ഞ യേശു അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. കല്ലറയുടെ മുമ്പിൽ നിന്ന് അവനെ വിളിച്ചു പുറത്തിറങ്ങി കൊണ്ടുവന്നു. അവരുടെ കണ്ണുനീരിൽ തുടച്ചു. ആ അധ്യായത്തിനകത്ത് തന്നെ വിടുതൽ സംഭവിച്ചെങ്കിൽ ഇന്ന് പകൽ എത്ര ദിവസമാകട്ടെ, അടികേതാകട്ടെ, നാറ്റം വെച്ചതാകട്ടെ, വർഷങ്ങൾ പഴക്കമുള്ളതാകട്ടെ, ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത ഏത് വിഷയമാകട്ടെ, ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ നിന്റെ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ കരം ചലിക്കുകയാണ്. നിന്റെ പ്രശ്നത്തിനകത്തേക്ക് സ്വർഗം ഇറങ്ങുകയാണ്. നിനക്ക് വേണ്ടി സ്വർഗം ഇന്ന് പകൽ ഇടപെടുകയാണ്. ദൈവം ഇടപെടുകയാണ്. പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നിനക്ക് വേണ്ടി സ്വർഗം പ്രവർത്തിക്കുകയാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് പകൽ നിന്റെ വിടുതലിന്റെ, സൗഖ്യത്തിന്റെ, സമാധാനത്തിന്റെ, നിന്റെ വിടുതലിന്റെ, രക്ഷയുടെ, സൗഖ്യത്തിന്റെ, നിന്റെ അവസ്ഥ മാറുന്ന, ജീവിതത്തിനകത്ത് വിടുതൽ വെളിപ്പെടുന്ന അത്ഭുതത്തിന്റെ പകലായി നീ വാഗ്ദത്തം പ്രാപിക്കുന്ന, നന്മ പ്രാപിക്കുന്ന, ജയം പ്രാപിക്കുന്ന, പിശാചിന്റെ കോട്ട തകരുന്ന മന്ത്രവാദ ശക്തികൾ, ആഭിചാര മണ്ഡലങ്ങൾ, ശത്രുവിന്റെ വെല്ലുവിളികൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, ശത്രുവിന്റെ സകല കോട്ടകൾ തകർന്ന് ജയം പ്രാപിക്കുന്ന ഓ രക്ഷയുടെ, വിടുതലിന്റെ പകലായി ഈ പകൽ മാറുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിന്റെ മേൽ, ഇതിനകത്തായിരിക്കുന്ന, ഈ ലൈവിലൂടെ കാണുന്ന, വീഡിയോകളിലൂടെ ദർശിക്കുന്ന സകല വ്യക്തികളിലും അവരുടെ കുടുംബങ്ങളിലും ഈ പകൽ ഈ വചനത്തിന് വിടുതലുകൾ വ്യാപരിക്കട്ടെ. വേദനയോടെ, ദുഃഖത്തോടെ കരയുന്ന വിഷയങ്ങൾക്കകത്തുന്ന പകലിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അടുത്ത മണിക്കൂറുകളിൽ, അടുത്ത സെക്കൻഡുകളിൽ അത്ഭുതത്തിന്റെ വാർത്തകൾ, അത്ഭുതത്തിന്റെ വിടുതലുകൾ, അത്ഭുതത്തിന്റെ കേൾവികൾ ഉണ്ടാകട്ടെ. ഇപ്പോൾ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. സൂപ്പർ നാച്ചുറൽ മിറക്കിളുകൾ യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ. ഇന്ന് പകൽ അത്ഭുതത്തിന്റെ പകല, ഇന്നത്തെ ദിവസം അത്ഭുതത്തിന്റെ ദിവസമാണ്, ഈ മാസം അത്ഭുതത്തിന്റെ മാസമാണ്, ഈ ആഴ്ച അത്ഭുതത്തിന്റെ ആഴ്ചയായി യേശുവിന്റെ നാമത്തിൽ അത് മാറട്ടെ. ഈ ജനത്തെ മുഴുവൻ ഞാൻ അനുഗ്രഹിക്കുകയാണ്. ഈ ദൂതുകൾ കേൾക്കുന്ന, ഈ വചനത്തെ ശ്രവിക്കുന്ന എല്ലാവരെയും ഇപ്പോ ഞാൻ അനുഗ്രഹിക്കുകയാണ്. അവരുടെ മേൽ ദൈവത്തിന് മഹത്വം ഇറങ്ങട്ടെ. കർത്താവേ, ഇന്ന് പകൽ അത്ഭുതങ്ങൾ നടക്കട്ടെ, വിടുതലുകൾ നടക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷകളിലും ദൈവമഹത്വം ഇറങ്ങട്ടെ. ഇത് പകൽ വലിയ കാര്യങ്ങൾ സ്വർഗം ചെയ്തതിനായി നന്ദി, അത്ഭുതങ്ങളെ ചെയ്തതിനായി നന്ദി, രോഗികളെ സൗഖ്യമാക്കിയതിനായി നന്ദി, പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തിയതിനായി നന്ദി, തകർച്ചകളിൽ നിന്ന് വിടുവിച്ചതിനായി നന്ദി, വാഗ്ദത്തങ്ങളെ നിവർത്തിച്ചതിനായി നന്ദി, പുതിയ വഴികളെ തുറന്നതിനായി സ്തോത്രം, അത്ഭുതത്തിന്റെ പാത ഒരുക്കിയതിനായി സ്തോത്രം, ജയത്തോടെ നടത്തുന്നതിനായി സ്തോത്രം. ദൈവമഹത്വം ഈ പകൽ വിഷയങ്ങൾക്കകത്ത് ഇറങ്ങിയതിനായി നന്ദി. കർത്താവയുടെ നാമം മാത്രം ഉയരട്ടെ. ഈ ജനത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ